നിരത്തുകളിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി കർശന മാർഗനിർദ്ദേശങ്ങളും നടപടികളുമാണ് ഗതാഗത വകുപ്പ് സ്വീകരിച്ചു വരുന്നത്. റോളർ ക്രാഷ് ബാരിയറുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? അപകടങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നൂതന സാങ്കേതിക വിദ്യയാണ് ഇത്. എന്നാൽ ഇത് നടപ്പാക്കുന്നത് നമ്മുടെ കേരളത്തിലല്ല, അങ്ങ് തമിഴ്നാട്ടിലാണ്. നൂതന രൂപകൽപ്പനയിലുള്ള റോളർ ക്രാഷ് ബാരിയറുകൾ തമിഴ്നാട്ടിൽ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. റോളർ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുക വഴി വളവുകളിൽ ഉണ്ടാകുന്ന അപകട മരണങ്ങൾ 95% കുറയ്ക്കാനാകുമെന്നാണ് പഠനം. ഇത്തരത്തിൽ വലിയ റോഡ് സുരക്ഷയാണ് സംവിധാനം വിഭാവനം ചെയ്യുന്നത്. എത്തിലീൻ വിനൈൽ അസറേറ്റ്, പോളിയുറേത്തീൻ എന്നീ സംയുക്ത പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന റോളറുകൾക്ക് ഇലാസ്തികത കൂടുതലാണ്. ബാരലുകളുടെ തിളക്കമുള്ള മഞ്ഞ നിറം ഡ്രൈവർമാർക്ക് ദൂരെ നിന്ന് തന്നെ കാണാനാകുന്നത് അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം ദൃഢമായി ഇരുമ്പ് പ്രതലങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നു. വാഹനം നിയന്ത്രണം നഷ്ടമായി ബാരിയറിൽ ഇടിക്കുമ്പോൾ കറങ്ങുന്ന ബാരലുകൾ വാഹനത്തെ ട്രാക്കിലേക്ക് തിരികെ എത്തിക്കുന്നു. ഇതിലൂടെ ആഘാതശക്തി കുറയ്ക്കുന്നതിന് ഒപ്പം തന്നെ കരുത്തുള്ള ബീമുകൾ വാഹനങ്ങളെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഇതുവഴി വാഹനങ്ങൾ കൊക്കകളിലേക്ക് മറിയുന്നത് ഒഴിവാവുകയും ചെയ്യുന്നു. വാഹനങ്ങളുടെ കേടുപാടുകൾ ഉണ്ടാകുന്നത് കുറയാൻ സഹായിക്കുകയും ചെയ്യും. ഇടുക്കിയിലെ ദേശീയ സംസ്ഥാന പാതകളിൽ അപകട മരണങ്ങൾ തുടർക്കഥയാകുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ പാതകളിൽ അപകട വ്യാപ്തി കുറയ്ക്കാൻ കഴിയുന്ന നൂതന രൂപകൽപ്പനയിലുള്ള റോളർ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അന്തർ സംസ്ഥാന പാതയായ കമ്പംമേട്ട് കമ്പം റോഡിലെ ഹെയർപിൻ വളവുകളിലും മറ്റ് മലയോര ഹൈവേകളിലും അപകട സാധ്യതാ മേഖലകളിലുമാണ് റോളർ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതര സംസ്ഥാന ശബരിമല തീർത്ഥാടകർ ഇടുക്കിയിലേക്ക് എത്തുന്ന ഏറ്റവും തിരക്കേറിയ അന്തർ സംസ്ഥാന പാതയാണ് കമ്പംമേട്ട് കമ്പം സംസ്ഥാന ഹൈവേ. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് വിപ്ലവകരമായ സുരക്ഷാ സംവിധാനമായ റോളർ ക്രാഷ് ബാരിയർ സ്ഥാപിച്ചിരിക്കുന്നത്. കമ്പംമേട്ട് പാതയിലെ 20 ഹെയർപിൻ വളവുകളിൽ ഉൾപ്പെടെ 25 ഇടങ്ങളിൽ റോളർ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ദിവസവും ഈ റൂട്ടിൽ ഇടുക്കിയിലെ തോട്ടങ്ങളിൽ ജോലിക്കെത്തി തിരികെ മടങ്ങുന്നത്. കൂടാതെ പ്രതിദിനം അന്തർ സംസ്ഥാന പാതയിലൂടെ 10,000-കണക്കിന് വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട്. ഇവരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നൂതന സാങ്കേതികവിദ്യ പാതയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയുണ്ടായ പുല്ലമ്പാറ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് കൊക്കയിലേക്ക് വാഹനം മറിഞ്ഞതിനാലാണ്. നിയന്ത്രണം നഷ്ടമായ വാഹനം ക്രാഷ് ബാരിയറുകളിൽ ഇടിച്ച ശേഷമാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ 4 പേരുടെ ജീവനും നഷ്ടമായിരുന്നു. അപകട വളവുകൾ, റോളർ ക്രാഷ് ബാരിയറുകൾ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കുറയുമായിരുന്നു. കേരളത്തിൽ പ്രധാനമായും ജില്ലയിൽ ഇരുമ്പ്, സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രാഷ് ബാരിയറുകളാണ് ഉള്ളത്. ഇവയ്ക്ക് വാഹനത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നതിന് മാത്രമുള്ള ശേഷിയാണുള്ളത്. കൂടാതെ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടുള്ള തൂണുകളും ക്രാഷ് ബാരിയറുകളുമായി കാണാനാകും. കൂടാതെ കോൺക്രീറ്റ് ബീമുകളും അപകട ഭീഷണി ഒരു പരിധിവരെ മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. അപകടം കുറയ്ക്കുന്നതിനായി ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ റോളർ ക്രാഷ് ബാരിയർ വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ചിരുന്നു. അപകടങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായതായി ഈ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ അപകട നിരക്ക് കുറയ്ക്കുന്നതിനൊപ്പം തന്നെ അവയുടെ ആഘാതം കുറയ്ക്കേണ്ടതും അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നതിനൊപ്പം അത് നടപ്പാക്കുന്നതിലും പ്രാധാന്യം നൽകണമെന്നതും പ്രധാന ആവശ്യമാണ്.